അമിത സ്വാധീനം മലയാളിയെ സ്നേഹവും അനുകമ്പയുമില്ലാത്ത വ്യക്തി കേന്ദ്രീകൃത സമൂഹമാക്കി മാറ്റിയെന്ന് പ്രശസ്ത ചെറുകഥാകൃത്ത് വൈശാഖൻ. ഒറ്റപ്പാലത്തെ ഗോപിനാഥ് മുതുക്കാടിന്റെ ഡിഫൻഡ് ആർട്ട് സെന്റർ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോൺ കാരണം വ്യക്തി കേന്ദ്രീകൃത സമൂഹമായി നമ്മൾ മാറിയെന്ന് ചെറുകഥാകൃത്ത് വൈശാഖൻ വ്യക്തമാക്കി. ഞാനും മൊബൈൽ ഫോണും മതി എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. ഒറ്റപ്പാലത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ഡിഫൻഡ് ആർട്ട് സെന്റർ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണും വീട്ടിലാരും സംസാരിക്കുന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങുള്ളൂ, അമ്മ വേണമെന്നില്ല. മൊബൈൽ അടുത്ത് വെച്ചാൽ 2 വയസ്സുള്ള കുഞ്ഞ് പോലും ഉറങ്ങും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. സ്നേഹം, ബഹുമാനം, ആദരവ്, അനുകമ്പ, സഹിഷ്ണുത, എത്ര വാക്കുകളെന്നറിയോ അപ്രത്യക്ഷമാകുന്നത്? ഇതൊന്നും ഇല്ല. അതൊന്നും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അതാണ് പരമസത്യം. പക്ഷേ അതിനൊക്കെ എതിരായ ഒരു പ്രവൃത്തിയാണിത്. അതുപോലെ ഇത് പകരുന്നത് എന്താണ്? ഇത് അനുതാപമല്ല, സഹഭാവമാണ്. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് ഈ കെട്ടിടം പറയുന്ന ഒരു വാചകം. സ്നേഹം, ബഹുമാനം, ആദരവ്, അനുകമ്പ, സഹിഷ്ണുത എന്നീ വാക്കുകളെല്ലാം ഇതോടെ അപ്രത്യക്ഷമായെന്നും വൈശാഖൻ വ്യക്തമാക്കി. ഇതൊന്നുമില്ലാത്ത സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം. അതാണ് പരമസത്യവും. അതിനെതിരായ സന്ദേശമാണ് ഈ ഭവനം നൽകുന്നത്. ഇത് അനുതാപമല്ല, സഹഭാവമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവങ്ങളെ കുന്നിൻപുറത്തെ വീടുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്പർദ്ധ, കോപം, പക, അസൂയ തുടങ്ങിയവ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അത് കഴിഞ്ഞാൽ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മനസ്സിൽ ദുഷ്ടവിചാരങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ ഇരിപ്പിടം അങ്ങനെയുള്ള മനസ്സുകളാണ്. ഗോഡ് ഈസ് ലവ് എന്ന വാക്ക് തെറ്റാണെന്നും അത് ലവ് ഈസ് ഗോഡ് എന്നാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. വരോഡ് സ്വദേശിയുടെ കേൾവി പരിമിതരായ മക്കൾക്ക് വേണ്ടിയാണ് മാജിക് ഹോം എന്ന പേരിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത്. സംവിധായകൻ ലാൽ ജോസ്, ഗോപിനാഥ് മുതുകാട്, ജിജി തോംസൺ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കുടുംബത്തിന് വീട് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സുരേഷ്, പങ്കജം രണ്ടുപേരും കാഴ്ചയില്ലാത്തവരാണ്. ഭൂമിയില്ല, വീടില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ ഇരുട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി അവരുടെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഒറ്റപ്പാലത്തെത്തിയിരിക്കുന്നത്. 2 മക്കളും കേൾവി പരിമിതിയുള്ളവരാണ്. ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയില്ലാത്ത, വീടില്ലാത്ത, അതേസമയം ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങൾക്ക് ഒരാശ്രയമായി വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ചെയർമാനാണ് ജിജി തോംസൺ സാറ്. സാറിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടാവുമോ, ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും നമ്മുടെ കേരളത്തിലുണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ജയാഡാളി ഭിന്നശേഷി കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണാണ് ഞങ്ങളുടെ വൺ ഓഫ് അവർ ഡയറക്ടേഴ്സ്. മാഡത്തിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങളൊരു പരസ്യം ചെയ്തു. നിങ്ങൾ വിശ്വസിക്കില്ല, 100 കണക്കിന് ആപ്ലിക്കേഷനാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നത്. മനസ്സിലാക്കണം, വീടില്ലാത്ത, ഭൂമിയില്ലാത്ത, അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാർ ഒരേ വീട്ടിലുള്ള ഇത്തരത്തിൽ കുടുംബങ്ങൾ.